ആക്രമിച്ച കേസിൽ വിചാരണ കോടതിക്കും ജഡ്ജിക്കുമെതിരെ ഗുരുതര പരാമർശങ്ങളുമായി നിയമോപദേശം. മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയ നിഴലിൽ ആയതിനാൽ ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ല എന്നാണ് നിയമോപദേശത്തിൽ പറയുന്നത്. നടൻ ദിലീപിനെതിരെ സമർപ്പിച്ചത് ഗൗരവമേറിയ നിരവധി തെളിവുകൾ ആണ്. ഈ തെളിവുകൾ പക്ഷപാതത്തോടുകൂടി തള്ളിക്കളഞ്ഞു എന്നുമാണ് നിയമോപദേശത്തിൽ ഉള്ളത്. നടിയെ ആക്രമിച്ച സംഭവത്തിൽ നിലവിലെ വിധി പ്രസ്താവത്തിന് എതിരെ അപ്പീൽ പോകുന്നത് സർക്കാരിന്റെ പരിഗണനയിലാണ്. എത്രയും പെട്ടെന്ന് അപ്പീൽ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുന്ന പശ്ചാത്തലത്തിൽ ആണ് ഈ നിയമോപദേശം വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി അപ്പീൽ നൽകുമ്പോൾ എപ്പോഴും ഉത്തരവിലെ പോരായ്മകളും പിഴവുകളുമാണ് ചൂണ്ടിക്കാണിക്കാറുള്ളത് എങ്കിൽ ഇതിൽ അതീവ ഗുരുതരമാകുന്ന വിഷയം എന്നത് ജഡ്ജിക്ക് നേരെയും ഒപ്പം സമർപ്പിക്കപ്പെട്ട തെളിവുകളിൽ പക്ഷപാതപരമായ നിലപാട് ജഡ്ജി സ്വീകരിച്ചു എന്നതും ഉൾപ്പെടുന്ന നിയമോപദേശം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമായി കണക്കാക്കേണ്ടത്. അതിൽ തന്നെ എടുത്തു പറയുന്നത് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിവാദം ആണ്. മെമ്മറി കാർഡ് വിവാദത്തിൽ അടക്കം നിർണായകമായ തെളിവുകൾ കോടതിക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ആ നിർണായകമായ തെളിവുകൾ ഒന്നും തന്നെ പരിഗണിക്കാൻ കോടതി തയ്യാറായില്ല എന്ന് മാത്രവുമല്ല, അത് തള്ളിക്കളയുന്ന സമീപനമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന വിമർശനം കൂടി ഉയർന്നു വരുന്ന പശ്ചാത്തലം ആണ് ഉള്ളത്. ദിലീപിനെ വെറുതെ വിടാൻ എഴുതിയ വിധിയാണ് ഇത് എന്ന വിമർശനമുണ്ട്. ഗൗരവമേറിയ നിരവധി തെളിവുകളാണ് ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ നൽകിയത്. എല്ലാം പക്ഷപാതത്തോടെ കോടതി തള്ളി എന്ന നിയമോപദേശത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ വിശദമായ കുറിപ്പാണ് നിയമോപദേശത്തിനോട് ഒപ്പം നൽകിയിട്ടുള്ളത്. ദിലീപിനെതിരെ ഗൗരവമേറിയ നിരവധി തെളിവുകൾ സമർപ്പിച്ചിട്ടും എല്ലാ തെളിവുകളും പക്ഷപാതത്തോടുകൂടി തള്ളിക്കളഞ്ഞു എന്നതാണ് പറയുന്നത്. നവമി ദിനേശാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരാൻ പോകുന്നത്. നവമി, വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ നിയമോപദേശത്തിൽ കാണുന്നു. അതാകട്ടെ കോടതിയെ കുറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. സാധാരണ നിലയിൽ ഒരു കേസിൽ അപ്പീൽ പോകുമ്പോൾ എപ്പോഴും ആ വിധി പ്രസ്താവത്തിലെ പിഴവുകൾ ആണ് ചൂണ്ടിക്കാണിക്കുക. എന്നാൽ ഇതാകട്ടെ നടൻ ദിലീപിനെ വെറുതെ വിട്ട സംഭവത്തിൽ കോടതിക്ക് വലിയ വിമർശനം നേരിടേണ്ട പശ്ചാത്തലമുണ്ടാകുന്നു. ജഡ്ജി പക്ഷപാതത്തോടു കൂടിയാണ് ഇടപെട്ടത് എന്ന വിമർശനമുണ്ടാകുന്നു. എന്തൊക്കെയാണ് ഈ നിയമോപദേശത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? അഭിലാഷം, നമുക്കറിയാം വിധി വന്നതിന് ശേഷവും ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു കേസ് ഉണ്ടാകില്ല. നടിയെ ആക്രമിച്ച കേസിൽ സംഭവിച്ചതും അത് തന്നെയാണ്. തുടക്കം മുതൽ തന്നെ ഈ കേസിലെ അതിജീവിത പോലും പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ സംശയ നിഴലിലാക്കിയിരിക്കുന്നത് ഈ ജഡ്ജി ആയിട്ടുള്ള ഹണി എം വർഗീസിനെയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഹണി എം വർഗീസിനെ തനിക്ക് വിശ്വാസമില്ല, ജഡ്ജിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത മേൽക്കോടതികളെ സമീപിച്ചതൊക്കെ നമ്മുടെ മുന്നിലുള്ളതാണ്. ഇതിന്റെ വിധി വരുന്ന സമയത്ത് പോലും അതിജീവിതയുമായി ചേർന്ന് നിൽക്കുന്നവരെല്ലാവരും പറയുന്നത് തങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് ഉറപ്പില്ല. കാരണം ഈ ജഡ്ജിയാണ് വിധി പറയുന്നതെങ്കിൽ സ്വാഭാവികമായും ഇതിൽ പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള 8ാം പ്രതിയായിട്ടുള്ള നടൻ ദിലീപിന് അനുകൂലമാകുന്ന ഒരു തരത്തിലായിരിക്കും വിധി വരിക എന്ന ഈ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന ആളുകളുമൊക്കെ പല ആവർത്തി പറഞ്ഞതാണ്. വിധി വന്നപ്പോൾ അത് തന്നെയായിരുന്നു സംഭവിച്ചതും. നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കി എന്ന ഒരു വിധി വന്നതിന് ശേഷം വലിയ വിമർശനം തന്നെയാണ് ഈ പ്രോസിക്യൂഷൻ അടക്കം ഈ ജഡ്ജിക്കെതിരെയും ഉന്നയിച്ചത്. കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് അത് പരിഗണിച്ചില്ല? ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ ദിലീപിന് അനുകൂലമാകുന്ന ഒരു നിലപാടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സാക്ഷികളായിട്ട് വിസ്തരിച്ച ആളുകളെ പോലും ജഡ്ജിയുടെ ഭാഗത്തു നിന്ന് മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ടായി. കൃത്യമായിട്ടുള്ള തെളിവുകൾ പറഞ്ഞുവെങ്കിൽ പോലും, മൊഴികൾ രേഖപ്പെടുത്തിയെങ്കിൽ പോലും അത് പലപ്പോഴും ശ്രദ്ധിക്കാൻ പോലും ഈ ജഡ്ജി തയ്യാറായില്ല എന്ന് പിന്നീട് പല ആവർത്തി പല സാക്ഷികളും പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതിനിടയിലാണ് ഈ അപ്പീൽ നൽകും, അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് സർക്കാർ എന്ന നിലപാട് ആവർത്തിക്കുകയും ഇതിൽ അപ്പീൽ നൽകുമെന്ന തീരുമാനത്തിലേക്കൊക്കെ എത്തുകയും ചെയ്തിരിക്കുന്നത്. അതിനിടയിലാണ് സർക്കാർ ഇതിലൊരു നിയമോപദേശം തേടിയിരിക്കുന്നത്. പ്രോസിക്യൂഷൻ AG ആണ് ഇപ്പോൾ ഒരു നിയമോപദേശം സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ല എന്നാണ്. ഈ ജഡ്ജി വിധി പറയാൻ അർഹതപ്പെട്ട ഒരാളല്ല. ഈ മെമ്മറി കാർഡ് ചോർന്ന കേസിലെ സംശയ നിഴലിലായിട്ടുള്ള ഒരു ജഡ്ജി കൂടിയാണ് ഈ ഹണി എം വർഗീസ്. അപ്പോൾ അവർ വിധി പറയുമ്പോൾ എങ്ങനെയാണ്
അത് വിശ്വാസത്തിലെടുക്കുക. അതിനാൽ ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ല എന്നാണ് നിയമോപദേശത്തിൽ ലഭിച്ചിരിക്കുന്നത്. ഒപ്പം ദിലീപിനെ വെറുതെ വിടാൻ എഴുതിയ വിധിയായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. അല്ലെങ്കിൽ അതിന്റെ വിധിപ്പകർപ്പ് വായിക്കുമ്പോൾ അത്തരത്തിലാണ് മനസ്സിലാകുന്നത്. ദിലീപിനെതിരെ സമർപ്പിച്ചിരിക്കുന്നത് ഗൗരവമുള്ള തെളിവുകളാണ്. എല്ലാം പക്ഷപാതത്തോടെ മാത്രമാണ് കോടതി തള്ളിയിരിക്കുന്നത്. ജഡ്ജി പെരുമാറിയത് വിവേചനപരമായാണ്. തെളിവുകൾ പരിശോധിക്കാൻ കോടതി സ്വീകരിച്ചത് 2 തരം നിലപാട്, അതായത് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെതിരെ അംഗീകരിച്ച തെളിവുകൾ പോലും ദിലീപിനെതിരെ അംഗീകരിച്ചില്ല എന്നാണ് പ്രോസിക്യൂഷന്റെ ഈ ഒരു നിയമോപദേശത്തിൽ പറയുന്നത്. തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നെന്ന് തെളിഞ്ഞ ദിലീപിന്റെ അഭിഭാഷകരെ തുടരാനും അനുവദിച്ചു. അവരുടെ പ്രവൃത്തിയെ അനുമോദിക്കുന്ന തരത്തിലായിരുന്നു ജഡ്ജിയുടെ നിലപാടും ചില പരാമർശങ്ങളും എന്നുകൂടി ഈ സർക്കാരിന് ലഭിച്ച നിയമോപദേശത്തിൽ പറയുന്നുണ്ട്. എന്തായാലും അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സർക്കാർ അപ്പീൽ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിയമോപദേശത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അതിൽ പോലും ഈ വിധിപ്പകർപ്പ് പൂർണ്ണമായും വായിച്ച ശേഷം, അല്ലെങ്കിൽ വിധിപ്പകർപ്പിൽ നിന്നും ഈ ദിലീപിനെതിരായിട്ടുള്ള തെളിവുകൾ ഇല്ല എന്ന് ജഡ്ജി പറയുന്നു. വിധിപ്പകർപ്പിൽ അത്തരത്തിലാണ് ഉള്ളത്. പക്ഷേ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് എതിരെയായിട്ട് കണ്ടെത്തിയ തെളിവുകളും അല്ലെങ്കിൽ ദിലീപിന്റെ പങ്ക് തെളിയിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും പരിഗണിക്കാതെ ദിലീപിന് അനുകൂലമാകുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു വിധി തന്നെയാണ് ഈ ജഡ്ജിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ നിയമോപദേശത്തിൽ പറയുന്നതും. എന്തായാലും സർക്കാർ അപ്പീൽ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ ഈ ജഡ്ജിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ നിലനിന്നിരുന്നു. പല ആവർത്തി അവർക്കെതിരെ ജഡ്ജിക്കെതിരായിട്ടുള്ള വിമർശനമൊക്കെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അത് ജഡ്ജി പോലും ഈ ഒരു കേസ് പരിഗണിക്കുന്ന വേളയിൽ പോലും ജഡ്ജി പറയുന്ന സാഹചര്യമുണ്ടായി. മാധ്യമപ്രവർത്തകർ തൻ്റെ ചരിത്രം നോക്കിക്കോളൂ, അല്ലെങ്കിൽ ജഡ്ജിയെ കോടതിയോ വിമർശിക്കാനായിട്ടില്ല, അങ്ങനെ വിമർശിച്ചാൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് ജഡ്ജി പോലും പറയുന്ന സാഹചര്യങ്ങളിലേക്ക് വന്നു. അതിജീവിതയും തൻ്റെ സോഷ്യൽ മീഡിയയിലിട്ട കുറിപ്പിൽ ഇത് കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. തനിക്ക് നീതി ലഭിക്കില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരാളെ മാത്രം, അല്ലെങ്കിൽ ഇതിൽ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്നതിൽ ഗൂഢാലോചനയിലെ പ്രധാനപ്പെട്ട ആളായിട്ടുള്ള ദിലീപിനെ കുറ്റമുക്തനാക്കുന്ന നടപടി അതൊട്ടും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അതിജീവിത പറയുകയും ചെയ്തിരുന്നു. ആ കുറിപ്പൊക്കെ നമ്മൾ വായിച്ചതാണ്, വാർത്തയായതാണ്. അതിന് പിന്നാലെയാണ് തീർച്ചയായും സൂചിപ്പിക്കുന്ന പോലെ, അതായത് നവമി സൂചിപ്പിക്കുന്ന പോലെ ഒരു വിധി പ്രസ്താവം വന്നതിന് ശേഷം കേരളം 2 തട്ടിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ് എന്നത് തന്നെയാണ്. കേസിലെ 8ാം പ്രതിയായിട്ടുള്ള നടൻ ദിലീപിനെ കോടതി കുറ്റമുക്തനാക്കിയതാണ് ഏറ്റവും വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. ഞാൻ നവമിയിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. ഈ നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ നിയമോപദേശത്തിൽ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്നത് മെമ്മറി കാർഡ് വിവാദവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതായത് മെമ്മറി കാർഡ് വിവാദത്തിൽ സംശയ നിഴലിൽ നിൽക്കുന്ന ജഡ്ജിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ വിധി പ്രസ്താവത്തിലേക്ക് പോകുന്ന സാഹചര്യം ഇല്ല, അങ്ങനെ പോകാൻ പാടില്ല എന്ന നിയമോപദേശത്തിൽ പറയുമ്പോൾ എന്തായിരുന്നു ആ മെമ്മറി കാർഡ് വിവാദം എന്നത് വളരെ പെട്ടെന്ന് പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 2017 ഫെബ്രുവരി 17 കേരളത്തെ ഞെട്ടിക്കുന്ന ആ സംഭവം ഉണ്ടായത്, നടി ആക്രമിക്കപ്പെട്ടത്. ആ നടി ആക്രമിക്കപ്പെട്ട കേസിൽ 1 മുതൽ പൾസർ സുനി മുതൽ 6ാം പ്രതി വരെയുള്ള പ്രദീപ് വരെയുള്ള പ്രതികൾ ശിക്ഷിക്കപ്പെട്ടതിൽ ഏറ്റവും നിർണായകമായി തെളിവ് എന്നത് ഈ മെമ്മറി കാർഡായിരുന്നു എന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.